ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്ത് പോവാണ്. നമുക്കറിയാം മാറ്ററിന് 3 സ്റ്റേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? മെയിനായിട്ട് 3 സ്റ്റേറ്റ്സ് ഉണ്ട്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റുമാണ് പഠിക്കുന്നത്. അപ്പോൾ നോക്കാം ഏതാണെന്ന്. ഇപ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നമുക്കറിയാം, ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചതുപോലെ പാർട്ടിക്കിൾസ് വളരെ ഫാർ അവേ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനൊരു നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ ഷേപ്പും വോളിയവും മാത്രമാണ് അതിനുള്ളത്. അതുപോലെ തന്നെ അതിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വളരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ദേ ആർ ഫ്രീ ടു മൂവ്. അതുപോലെ തന്നെ ഇറ്റ് എക്സേർട്ട് പ്രഷർ. ഇതിലുള്ള പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഗ്യാസസ് ഹാവ് നൈദർ ഡെഫിനിറ്റ് ഷേപ്പ് നോർ ഡെഫിനിറ്റ് വോളിയം. The particles are far apart from one another. Intermolecular force of attractions are very weak. Gases are highly compressible. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, ഡെഫിനിറ്റ് വോളിയം ഇല്ല. പാർട്ടിക്കിൾസ് വളരെ അകലെയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വളരെ കുറവാണ്, അല്ലേ? ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. ഗ്യാസസ് എക്സേർട്ട് പ്രഷർ ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലും ഒരുപോലെ പ്രഷർ എക്സേർട്ട് ചെയ്യും. നമ്മൾ പ്രഷർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൊടുത്താൽ മതി, അല്ലേ? അത് ഈക്വലായിട്ട് എല്ലാ ഗ്യാസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ പ്രഷർ അതിനെ എക്സേർട്ട് ചെയ്യാൻ പറ്റും. ഗ്യാസസ് ഹാവ് മച്ച് ലോവർ ഡെൻസിറ്റി ദാൻ സോളിഡ് ആൻഡ് ലിക്വിഡ്. നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം, അതിൽ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. ഗ്യാസസ് മിക്സ് ഇവൻലി ആൻഡ് കംപ്ലീറ്റ്ലി ഇൻ ഓൾ പ്രൊപ്പോർഷൻ വിത്തൗട്ട് എനി മെക്കാനിക്കൽ എയ്ഡ്. ഗ്യാസസിന് നമുക്ക് ഒരു ഉപകരണമൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് 2 ഗ്യാസിനെയോ 3 ഗ്യാസിനെയോ എത്ര ഗ്യാസിന് വേണമെങ്കിലും മിക്സ് ചെയ്യാൻ പറ്റും. അത് ഒരേപോലെ യൂണിഫോമായിട്ട് അത് മിക്സ് ചെയ്ത് പോവുകയും ചെയ്യും. അതാണ് ഗ്യാസസ് മിക്സ് ഇവൻലി ആൻഡ് കംപ്ലീറ്റ്ലി ഇൻ ഓൾ പ്രൊപ്പോർഷൻ വിത്തൗട്ട് എനി മെക്കാനിക്കൽ എയ്ഡ്. ഇനി നമുക്കറിയാം, ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ ഡിസൈഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, അതിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ്. മോഡേൺ കോൺസെപ്റ്റ് പ്രകാരം മാറ്റർ ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലായിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള 2 കാരണങ്ങളിലൊന്ന് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസും അതുപോലെ തെർമൽ എനർജിയാണ്. അപ്പോൾ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ, ഇത് രണ്ടും വരും. ഓക്കെ, അപ്പോൾ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും വരുന്നുണ്ട്, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് റിപ്പൾഷനും വരുന്നുണ്ട്. അതിൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറയുന്ന പേരാണ് വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. ഈ വാൻ ഡെർ വാൾസ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വീക്കായിരിക്കും. ഷോർട്ട് റേഞ്ച് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ്. അട്രാക്ഷന് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അട്രാക്റ്റീവ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ബിറ്റ്വീൻ അൺചാർജ്ഡ് മോളിക്യൂൾസ് ആർ കോൾഡ് വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. നമ്മൾ സാധാരണയുള്ള ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ല. അപ്പോൾ നമുക്കറിയാം, ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. അതല്ല ഇവിടെ പറയുന്ന. ഇവിടെ ഒരു ചാർജൊന്നും ഇല്ലാത്ത പാർട്ടിക്കിൾസ് പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആയിട്ട് പറയുന്നത്. വീക്ക് ഷോർട്ട് റേഞ്ച് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ബിറ്റ്വീൻ അൺചാർജ്ഡ് മോളിക്യൂൾസ് ആർ കോൾഡ് വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. ഈ വാൻ ഡെർ വാൾസ് ഫോഴ്സസിന് നമുക്ക് 4ആയിട്ട് പറയാം. അതിലുള്ള നമ്മൾ അതിൻ്റെ മോളിക്യൂൾസിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ 4ആയിട്ട് പറയുന്നത്. ആദ്യത്തേതാണ് ഡിസ്പേർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ്. ലണ്ടൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഏറ്റവും വീക്ക് ഇൻ്റർമോളിക്കുലർ ഫോഴ്സാണ് ലണ്ടൻ ഫോഴ്സ്. ഇതൊരു ടെമ്പററി ഡൈപോൾസാണ്. വളരെ ടെമ്പററി ആയിട്ട് മാത്രമേ ഈ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. ഇതൊരു പെർമനൻ്റ് ആയിട്ട് ഓൾവേസ് ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. പകരം മോളിക്യൂൾസ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ മാത്രമേ ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സസ് ഉണ്ടാവുള്ളൂ.
It is a temporary attractive force that results when the electrons in two adjacent atoms occupy position that make the atoms form temporary dipoles. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇത് മെയിനായിട്ട് നോൺ പോളാർ മോളിക്യൂൾസിലാണ് ഈ ഒരു ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ഉണ്ടാവുക. അത് പാർട്ടിക്കിൾസ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, നമുക്കറിയാം നോൺ പോളാർ മോളിക്യൂൾസ് നോർമലി അതിൽ ഹൈഡ്രജൻ ഒരു നോൺ പോളാർ മോളിക്യൂളാണ്. രണ്ട് H2 മോളിക്യൂൾ വരികയാണ്. കാരണം അത് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സും ഇല്ല. അതൊരു നോൺ പോളാർ മോളിക്യൂളാണ്. അതിലൊരു ഡൈപ്പോളും ഇല്ല. ഡൈപ്പോൾ എന്ന് പറഞ്ഞാൽ ചാർജ് സെപ്പറേഷനാണ്. നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡൈപോൾസ് ഒന്നും ഇല്ലാത്ത ഇത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലെത്തുമ്പം ഒരു ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് മറ്റൊരു ഹൈഡ്രജൻ്റെ ഇലക്ട്രോണുമായിട്ട് അട്രാക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അങ്ങനെ അതിലൊരു ഡൈപോൾ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ മറ്റേ ഹൈഡ്രജൻ ന്യൂക്ലിയസ് നമ്മൾ ആദ്യം പറഞ്ഞ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണുമായിട്ട് അട്രാക്റ്റ് ചെയ്യും. ഈ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടിലും ഒരു ഡൈപോൾ വളരെ താൽക്കാലികമായിട്ട് ഒരു ഡൈപോൾ ഡെവലപ്പ് ചെയ്യും. ഒരു ഡൈപോൾ എന്ന് പറഞ്ഞാൽ ചാർജ് സെപ്പറേഷൻ. സാധാരണ ഇതിലൊരു ചാർജൊന്നും ഇല്ലാത്തതിൽ ഒരു ചാർജ് വരുന്നു. ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചാർജ് ഒരു അട്രാക്ഷൻ വരുന്നു. അതെന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസിനകത്ത് എത്തുമ്പോൾ മാത്രമേ അതുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ടെമ്പററി ഡൈപോൾസ്. അപ്പോൾ നോർമലി ഒരു ചാർജൊന്നും ഇല്ലാത്ത ഡൈപോളൊന്നും ഇല്ലാത്ത മോളിക്യൂളായിട്ടുള്ള നോൺ പോളാർ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്ത നോൺ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ H2, O2, അതുപോലെ നോബിൾ ഗ്യാസസ്, നമ്മൾ ഹീലിയം, നിയോൺ, ഇതൊക്കെ ഗ്യാസാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊരു അതിന് ഹൈ പ്രഷർ കൊടുത്തിട്ട് വളരെ ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലൊരു അട്രാക്ഷൻ വരുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ. അതിനെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു അട്രാക്ഷൻ്റെ ഭാഗമായിട്ട് ഇതിനെ ലിക്വിഡ് സ്റ്റേറ്റിലോട്ടൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ അത് വളരെ ടെമ്പററി ആയിട്ട് തന്നെ അത്രയും ഇൻ്റർ മോളിക്കുലർ ഡിസ്റ്റൻസ് വളരെ കുറവാകുന്നൊരു ഘട്ടത്തിൽ മാത്രമേ ലണ്ടൻ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇതിലുണ്ടാവുക നോൺ പോളാർ മോളിക്യൂൾസ്. എക്സാമ്പിൾ H2, O2, Cl2, ഇതെല്ലാം ഹീലിയം, നിയോൺ, ഇതൊക്കെ ഡിസ്പേർഷൻ ഫോഴ്സ് കാണിക്കുന്ന മോളിക്യൂൾസാണ്. ഇതിൽ കാണിച്ചിട്ടുണ്ട്, കണ്ടോ, ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഹീലിയം ന്യൂക്ലിയസിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോർമലി മറ്റൊരു ഇതിൻ്റെ അവിടെ നോർമലി അതിൻ്റെ പ്ലസ് മൈനസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുമ്പോഴുള്ള ഒരു ഇതാണ് ഇവിടെ കാണിച്ചത്. നോർമലി ഇതിങ്ങനൊരു ചാർജ് സെപ്പറേഷനൊന്നും ഇല്ലാത്തൊരു മോളിക്യൂളാണ്. ഡൈപ്പോൾ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസിലെത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എങ്ങനെ വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് അതിലൊരു ഡൈപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് ചിത്രത്തിൽ കാണിച്ചത്. ഇനി അടുത്തതാണ് ഡൈപ്പോൾ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഒരു പൊളാരിറ്റി ഉള്ള മോളിക്യൂളിലാണ് ഈ ഡൈപ്പോൾ ഫോഴ്സ് ഉണ്ടാകുന്നത്. ഡൈപ്പോൾ ഫോഴ്സസ് ആർ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ പോസിറ്റീവ് എൻഡ് ഓഫ് വൺ പോളാർ മോളിക്യൂൾ ആൻഡ് നെഗറ്റീവ് എൻഡ് ഓഫ് അനദർ പോളാർ മോളിക്യൂൾ. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇപ്പോൾ നിങ്ങൾക്കറിയാം HCl, ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് നമുക്കറിയാം. Hഉം Clഉം എങ്ങനെയാണ് അവിടെ പോളാർ നോൺ പോളാർ എന്താണെന്ന് ഇവിടെ കുറച്ചും കൂടെ ക്ലിയറാക്കി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ Hഉം Clഉം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്ലോറിൻ മോർ ഇലക്ട്രോനെഗറ്റീവാണ്. ഇലക്ട്രോനെഗറ്റീവ് ആകുമ്പം അതിൻ്റെ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണേയും കൂടി അത് കുറച്ച് കൂടുതലായിട്ട് ഹൈഡ്രജൻ ഇത് ഷെയർ ചെയ്താണെങ്കിലും കൂടി അത് ഹൈഡ്രജൻ്റെ ഇലക്ട്രോണെ സ്വന്തം അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യും. കാരണം അതിനെന്ത് കൂടുതലാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അങ്ങനെ ക്ലോറിൻ ഹൈഡ്രജൻ ഇലക്ട്രോണെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്ലോറിനിലൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജനിലൊരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഓൾറെഡി എപ്പോഴും ആ സിസ്റ്റത്തിലുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. പിന്നെ തൊട്ടടുത്ത് മറ്റൊരു HCl വരുന്ന സമയത്ത് അതിലും ഇതേപോലെ ഹൈഡ്രജനൊരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ക്ലോറിനൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഉണ്ടാവും. അപ്പോൾ ഈ ക്ലോറിൻ്റെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് തൊട്ടടുത്തുള്ള ഹൈഡ്രജൻ്റെ പാർഷ്യൽ പോസിറ്റീവ് ചാർജും തമ്മിലൊരു സ്വാഭാവികമായിട്ടൊരു ചാർജ് ആയതുകൊണ്ട് തന്നെ അത് അട്രാക്റ്റ് ചെയ്യും.
ഈ അട്രാക്ഷനെയാണ് ഡൈപോൾ ഫോഴ്സ്. ഡൈപോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓൾറെഡി പോളാറായിട്ടുള്ള ഡൈപോൾസ് ഉള്ള രണ്ട് പോള്, അതാണ് ഡൈപോൾ എന്ന് പറയുന്നത്. പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള രണ്ട് പോളുള്ള രണ്ട് മോളിക്യൂൾ തമ്മിൽ അട്രാക്ഷൻ. ഡൈപോൾ ഫോഴ്സസ് ആർ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പോസിറ്റീവ് എൻഡ് ഓഫ് വൺ പോളാർ മോളിക്യൂൾ ആൻഡ് ദ നെഗറ്റീവ് എൻഡ് ഓഫ് അനദർ പോളാർ മോളിക്യൂൾ. These forces act between the molecule possessing permanent dipole. അത് ഓൾറെഡി എപ്പോഴും ആ ഒരു മോളിക്യൂൾ ഉണ്ടാവും. അത് ഒരിക്കലും നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴൊന്നും നല്ല അട്രാക്ഷൻ വരുന്നത് എപ്പോഴും ആ ഒരു സിസ്റ്റത്തിലുണ്ടാവും. ഇത് നമ്മൾ ലണ്ടൻ ഫോഴ്സിനെ അപേക്ഷിച്ച് വളരെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അത് അതിലൂടെ കാണിച്ചിട്ടുണ്ട് ഡൈപോൾ ഇൻട്രാക്ഷൻ എങ്ങനെ വരിക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞു, പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഓഫ് Cl ഹൈഡ്രജൻ്റെ പാർഷ്യൽ പോസിറ്റീവ് ചാർജും ക്ലോറിൻ്റെ പാർഷ്യൽ നെഗറ്റീവ് ചാർജും വരുന്നൊരു സിസ്റ്റത്തിൽ പോസിറ്റീവും തൊട്ടടുത്തുള്ള മോളിക്യൂൾ നെഗറ്റീവുമായിട്ടും നെഗറ്റീവും തൊട്ടടുത്തുള്ള മോളിക്യൂളിൻ്റെ പോസിറ്റീവുമായിട്ടും ഒരു ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടാവും. HCl വെച്ചിട്ട് തന്നെ ചിത്രത്തിൽ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ മറ്റൊരു സംഭവം ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഹൈഡ്രജൻ ബോണ്ടും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പോളാർ മോളിക്യൂളും ഒരു നോൺ പോളാർ മോളിക്യൂളും അടുത്ത് വരികയാണ്. അപ്പോൾ നമുക്കറിയാം നോർമലി പോളാർ മോളിക്യൂൾസിൽ മാത്രമാണ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സുകൾ വരുന്നത്. അപ്പോൾ നോൺ പോളാർ മോളിക്യൂൾസിൽ നമ്മളുടെ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്ന ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തുമ്പോഴാണ്. ഇനി ഒരു പോളാർ മോളിക്യൂളും നോൺ പോളാർ മോളിക്യൂളും വരുമ്പോൾ നമുക്കറിയാം പോളാർ മോളിക്യൂളിൽ ഓൾറെഡി ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഉണ്ട്. ഓൾറെഡി പോളാറാണ്, ഓൾറെഡി ഇതിൽ ഡൈപോളുണ്ട്. ഇത് പിന്നെ ഈ ഒരു പോളാറായിട്ടുള്ള മോളിക്യൂള് നോൺ പോളാറായിട്ടുള്ള ആറ്റത്തിലുള്ള ഇതിൻ്റെ ഇലക്ട്രോണുകളായിട്ട് അവിടെയുള്ള പാർഷ്യൽ പോസിറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യും. ന്യൂക്ലിയസ് ആയിട്ട് അവിടെയുള്ള നെഗറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. പാർഷ്യൽ നെഗറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഡൈപോൾ ഡെവലപ്പ് ചെയ്യും. അതും ഇതേപോലെ നമ്മൾ ഈ പറഞ്ഞ ഏതിനേക്കാളും കുറവായിരിക്കും അത് പോളാർ മോളിക്യൂളിനേക്കാളും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈപോൾ ഫോഴ്സിനേക്കാളും കുറവായിരിക്കും. അതുപോലെ തന്നെ എന്നാൽ ലണ്ടൻ ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പം അത് കൂടുതലും ആയിരിക്കും. ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ് ആർ വെരി വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സസ്. These forces operate between the polar molecules and the non-polar molecules. It results when a polar molecule induces a dipole in an atom or in a non-polar molecule by dispersing the arrangement of electron in the non-polar species. അപ്പോൾ ഈ ഒരു പോളാർ മോളിക്യൂള് നമ്മൾ പറയുന്ന ഈ നോൺ പോളാർ മോളിക്യൂളിൽ ഒരു ഡൈപോൾ ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ ഓൾറെഡി നോൺ പോളാർ മോളിക്യൂളിൽ എന്തില്ല, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഇല്ല. പക്ഷേ അത് ഈ നോൺ പോളാർ മോളിക്യൂളിൽ ഡൈപോള് ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ്. അപ്പോൾ ആ പേരിൽ തന്നെ അതുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും പാർഷ്യൽ പോസിറ്റീവ് ചാർജുമുള്ള ഒരു മോളിക്യൂള് ഓക്സിജൻ ആറ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഓക്സിജനിൽ ഇതേപോലെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും പാർഷ്യൽ പോസിറ്റീവ് ചാർജും അതിങ്ങനെ തന്നെയാണ്. ഓക്സിജൻ്റെ ഇലക്ട്രോണുമായിട്ട് അതിലുള്ള പാർഷ്യൽ പോസിറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യുന്നു. ഓക്സിജൻ്റെ ന്യൂക്ലിയസുമായിട്ട് അതിനുള്ള പാർഷ്യൽ നെഗറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് അതിലും അതേപോലെ ഒരു പാർഷ്യൽ പോസിറ്റീവും പാർഷ്യൽ നെഗറ്റീവും അട്രാക്റ്റ് ചെയ്യും. ഇനി അടുത്തതാണ് നമ്മൾ പറഞ്ഞു നമ്മളുടെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വളരെ കൂടുമ്പോഴാണ് നമ്മൾ കൂടുന്ന സമയത്ത് അത് നമ്മൾ പറഞ്ഞ ലിക്വിഡോ സോളിഡോ ആയിട്ട് മാറും. കുറവാകുന്ന സമയത്ത് അത് ഗ്യാസായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻ്റർമോളിക്കുലർ റിപ്പൾഷനും ഞാൻ പറഞ്ഞു അട്രാക്ഷൻ ഉണ്ട്. ഇൻ്റർമോളിക്കുലർ അട്രാക്ഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. അതേപോലെ തന്നെ ഇൻ്റർമോളിക്കുലർ റിപ്പൾഷനും കൂടെ അവിടെ എടുത്ത് പറയേണ്ടതുണ്ട് കേട്ടോ.
റിപ്പൾഷനും ഉണ്ട്. ഈ അട്രാക്ഷൻ, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ റിപ്പൾഷൻ ഓവർകം ചെയ്യുന്ന സമയത്ത് അത് പിന്നെ നമ്മൾ പറഞ്ഞ ലിക്വിഡും ഗ്യാസും ഒക്കെ ആയിട്ട് മാറും. എന്നാൽ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷനാണ് കൂടുതലെങ്കിൽ അത് സോളിഡും അത് നമ്മൾ അതിൻ്റെ റേറ്റ് അനുസരിച്ച്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് അത് ചിലപ്പോൾ ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ സോളിഡ് ആവാം. ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ വളരെ കൂടുതലാണെങ്കിൽ അത് ഗ്യാസായിട്ട് എക്സിസ്റ്റ് ചെയ്യും, അല്ലേ? അട്രാക്ഷൻ വളരെ കൂടുതലാണെങ്കിൽ അത് സോളിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇതിന് രണ്ടിലെയും ഇടയിലാണ് വരുന്നതെങ്കിൽ അത് ലിക്വിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വെച്ചിട്ട് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സോളിഡാണോ ഗ്യാസാണോ ലിക്വിഡാണോ എന്നുള്ളത് തീരുമാനിക്കുക. അതുപോലെ ഒരു ഫാക്ടറാണ് തെർമൽ എനർജി. തെർമൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഡ്യൂ ടു ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ആണ്. പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ എനർജിക്കാണ് തെർമൽ എനർജി എന്ന് പറയുന്നത്. അത് നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ ഇതിൽ മാത്രം ഉപയോഗിക്കുന്നൊരു ടേമാണ്. നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജി, ഒരർത്ഥത്തിലത് കൈനറ്റിക് എനർജി തന്നെയാണ് കേട്ടോ. പക്ഷെ അത് നമ്മൾ ഈ പാർട്ടിക്കിൾസുമായി റിലേറ്റ് ചെയ്ത് പറയുന്നൊരു ടേമാണ് തെർമൽ എനർജി. തെർമൽ എനർജി ഈസ് ദ എനർജി ഓഫ് ബോഡി അറൈസിങ് ഫ്രം മോഷൻ ഓഫ് ഇറ്റ്സ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന എനർജിയാണ് തെർമൽ എനർജി. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പോൾ അത് എപ്പോഴും ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. എന്നാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ തെർമൽ എനർജി ഇൻക്രീസ് ചെയ്യും, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ തെർമൽ എനർജി ഡിക്രീസ് ചെയ്യും. It is the measure of average kinetic energy of particles of the matter, and it is thus responsible for the movement of particles. This movement of particles is called thermal motion. അപ്പോൾ ഇവിടെ നമുക്കറിയാം പാർട്ടിക്കിൾസ്, ഞാൻ പറഞ്ഞു കൈനറ്റിക് എനർജി തന്നെയാണ് തെർമൽ എനർജി എന്ന് പറയുന്നത്. ഈ നമുക്കറിയാം നമ്മളൊരു ഗ്യാസാണ്, ഒരു ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഓരോ മോളിക്യൂളിനുള്ള കൈനറ്റിക് എനർജി തുല്യമായിരിക്കില്ല. അപ്പോൾ നമ്മളവിടെ മെഷർ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ടേമിൽ അതിനെ പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്കുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നൊരു സംഭവം ആയിരിക്കില്ല ഇവിടെ. ഓരോ പാർട്ടിക്കിൾസിനും ഉള്ള കൈനറ്റിക് എനർജി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ മറ്റൊരു ടേമിൽ പറയാനുള്ള കാരണം. ഇപ്പോൾ അവിടെ ഓരോ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് ഓരോ സ്പീഡിലായതുകൊണ്ട് നമ്മൾ ആവറേജ് കൈനറ്റിക് എനർജി ആയിട്ടാണ് നമ്മൾ തെർമൽ എനർജി മെഷർ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു മോഷനെയാണ് തെർമൽ മോഷൻ എന്ന് പറയുന്നത്. ഇത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ ഒരു മോഷൻ കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കുറയുമ്പോൾ തെർമൽ മോഷൻ കുറവായിരിക്കും. അപ്പോൾ ഈ തെർമൽ എനർജി കൂടുതലാവുക എന്ന് പറയുന്നത് അതൊരു നമ്മളതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണ്. തെർമൽ എനർജി വളരെ കൂടുമ്പോൾ അത് ഗ്യാസായിട്ടും, വളരെ കുറവാണെങ്കിൽ ഇല്ല എന്ന് പറയുന്നൊരു കണ്ടീഷനാണെങ്കിൽ അത് സോളിഡായിട്ടും എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ അത് ലിക്വിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ഫാക്ടേഴ്സാണ് ഒരു മാറ്ററിൻ്റെ സ്റ്റേറ്റിനെ തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് ഗ്യാഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അപ്പോൾ ഒരു ഗ്യാസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ പോകേണ്ടത് ഗ്യാസ് ലോസിലോട്ടാണ്. അതിൽ ആദ്യത്തെ ലോ നോക്കാം. ആദ്യത്തെ ലോ എന്ന് പറയുമ്പം അതിൽ നമ്മൾ ഗ്യാസ് ലോസസ് ആണ് പറയുന്നത്. റോബർട്ട് ബോയിൽ നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചതാണ്. റോബർട്ട് ബോയിൽ ആണ് ബോയിൽസ് ലോ കണ്ടെത്തിയത്. ബോയിൽസ് ലോ അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തത് നമ്മളൊരു സിസ്റ്റത്തിൽ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ എടുത്തു. അതിൽ ഒരു ഒരു കംപ്രസർ വെച്ചിട്ട് ഈ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്രസർ വെച്ചു. എന്നിട്ട് അദ്ദേഹം പ്രഷർ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് വെച്ചത്. എന്നിട്ട് പിസ്റ്റൺ താഴ്ത്തി. പിസ്റ്റൺ താഴ്ത്തിയപ്പോൾ നമുക്കറിയാം വോളിയം കുറഞ്ഞു. വോളിയം കുറയുന്നതിനനുസരിച്ച് എന്ത് കൂടും? പ്രഷർ കൂടി വരും. അതാണ് ബോയിൽസ് ലോ പറയുന്നത്.
The law state that at constant temperature, the pressure of a fixed amount of gas varies inversely with its volume. അപ്പോൾ വോളിയം നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ച് പ്രഷർ കൂടി വരും. അതുകൊണ്ട് പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ്. എങ്ങനെയാണെങ്കിൽ മാത്രം അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇപ്പോൾ നമ്മളൊരു കണ്ടെയ്നറിൽ ഏതെങ്കിലും ഒരു ഗ്യാസ് എടുത്തു, പിസ്റ്റൺ വെച്ച് അടച്ച ശേഷം പിസ്റ്റൺ നമ്മൾ താഴ്ത്താണ്. പിസ്റ്റൺ താഴ്ത്തുന്നതിനനുസരിച്ച് നമുക്കറിയാം കണ്ടെയ്നറിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരും. അതാണ് ബോയിൽസ് ലോ പറയുന്നത്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ഓഫ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ഇറ്റ്സ് വോളിയം. അത് കണ്ടെത്തിയത് റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇനി എൻ്റെ ഒരു മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി. വി ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. ഇനി നമ്മൾ ഒരു ഗ്യാസിൻ്റെ രണ്ട് പ്രഷറും വോളിയം കൺസിഡർ ചെയ്യുകയാണ്. ലെറ്റ് പ്രഷർ ഓഫ് P1 when its volume is V1, അതുപോലെ പ്രഷർ ബി P1 when its volume V1, പ്രഷർ ബി P2 when its volume V2 ആണെങ്കിൽ ബോയിൽസ് ലോ പ്രകാരം എങ്ങനെ പറയും നമ്മൾ? P1 V1 is equal to P2 V2. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? പിന്നെ രണ്ട് പ്രഷറിലും അതുപോലെ തന്നെ നമുക്കറിയാം പ്രഷർ മാറ്റുമ്പം വോളിയം മാറും. രണ്ട് വോളിയത്തിലുള്ള സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. P1 is equal to P2 V2. ഇതെപ്പം മാത്രമാണ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ അവിടെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മാത്രമല്ല നമ്മളവിടെ പറയുന്നത് ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ്. നമ്മളെടുത്തിരിക്കുന്ന ഗ്യാസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു കണ്ടെയ്നറിലൊരു ഗ്യാസ് എടുക്കുന്നു. ആദ്യം നമ്മളൊരു പിസ്റ്റൺ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഷർ നമ്മൾ മെഷർ ചെയ്തു, വോളിയം മെഷർ ചെയ്തു. അതാണ് P1 V1. ഇനി നമ്മൾ പിസ്റ്റൺ താഴ്ത്തുകയാണ്. പിസ്റ്റൺ താഴ്ത്തുമ്പം ഞാൻ അവിടെ എടുത്തിരിക്കുന്ന ഗ്യാസിൻ്റെ മാസിലൊരു മാറ്റമില്ല. അതുപോലെ ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. പക്ഷെ അവിടെ നമുക്കറിയാം പിസ്റ്റൺ താഴ്ത്തുമ്പം വോളിയം കുറഞ്ഞു, V2 ആയി. അപ്പോൾ അതിൻ്റെ പ്രഷർ കൂടുകയാണ് ചെയ്യുക. വോളിയം കുറയുമ്പം പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രഷർ P2 ആയി. അപ്പോൾ അതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? P1 V1 is equal to P2 V2. ഇതിൻ്റെ ഒരു ഇതൊരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ വരയ്ക്കുന്ന ഗ്രാഫ് ആയതുകൊണ്ട് അതിനെ നമുക്ക് ഐസോതേം എന്നാണ് പറയാം. ഇത് പല രീതിയിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കാറുണ്ട്. അപ്പോൾ അതിൽ പ്രഷർ വേഴ്സസ് വോളിയം വരയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ പി വി വേഴ്സസ് പി വരയ്ക്കാറുണ്ട്. അപ്പോൾ നോക്കാം. ഗ്രാഫ് ഒബ്റ്റെയിൻഡ് ബൈ പ്ലോട്ടിംഗ് വോളിയം എഗെയിൻസ്റ്റ് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ഐസോതേം. ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിനെയാണ്, പ്രഷറും വോളിയവുമായിട്ട് വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ ഐസോതേം എന്ന് പറയുന്നത്. ഐസോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, തേം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് 4 രീതിയിൽ നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കാറുണ്ട്. ഒന്ന്, നമ്മൾ നോർമലി ഈ പ്രഷർ വേഴ്സസ് വോളിയമാണ് പറയുക. നമുക്കറിയാം പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, അല്ലെങ്കിൽ വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, അതാണ് ആ കേർവ്ഡ് പി വേഴ്സസ് വി. കണ്ടോ, ഒരു കേർവ്ഡ് ഗ്രാഫാണ്. എന്നാൽ പി വേഴ്സസ് 1/v എന്ന് പറഞ്ഞാൽ എന്താ? 1/v എന്ന് പറയുമ്പോൾ അവിടെ വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പം 1/v ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പ്രഷറും അതുപോലെ ഈ ഗ്രാഫുകൾ പല രീതിയിൽ തരും. അപ്പോൾ ഡിഫറെൻറ്റ് ഷേപ്പാണ് ഓരോ ഗ്രാഫിനുള്ളത്. അപ്പോൾ ഈ ബോയിൽസ് ലോ ഗ്രാഫിനെ പല രീതിയിൽ തരാറുണ്ട്. പ്രഷർ വേഴ്സസ് 1/v എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ്. പ്രഷർ വേഴ്സസ് വി എന്ന് പറയുമ്പോൾ ഒരു കേർവ്ഡ് ഗ്രാഫാണ്. കേർവ് ചെയ്തിട്ട് താഴോട്ട് വരികയാണ്. കാരണം പ്രഷർ കൂടുമ്പോൾ വോളിയം കുറഞ്ഞു വരും, അല്ലെങ്കിൽ വോളിയം കൂടുമ്പോൾ പ്രഷർ കൂടി വരും. ഇത്
നമുക്കൊരു കേർവ്ഡായിട്ടാണ് കിട്ടുന്നത്. ഇനി പി വി വേഴ്സസ് പി നമ്മൾ വരയ്ക്കുമ്പം അത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലായതുകൊണ്ട് തന്നെ പി വി വേഴ്സസ് പി വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. ഇനി ഇതിനെ ലോഗ് പി വേഴ്സസ് ലോഗ് വി എന്ന് പറയുമ്പം അത് മറ്റൊരു ഷേപ്പിലാണ് ഗ്രാഫ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ എപ്പോഴും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കുമ്പം ഇതിലേതാണ് ഏത് ഗ്രാഫാണ്, ചിലപ്പോൾ ഗ്രാഫ് തന്നിട്ട് ഏതാണ് ഗ്രാഫ് എന്നൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ വരയ്ക്കാൻ ചോദിക്കും. അപ്പോഴും നമുക്കിത് അറിഞ്ഞിരിക്കണം. ഈ 4 രീതിയിൽ ബോയിൽസ് ലോ ഗ്രാഫ് നമുക്ക് ചോദിക്കാറുണ്ട്. രണ്ടാമതാണ് ചാൾസ് ലോ. ചാൾസ് ലോ അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പം ഞാനൊരു ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കണ്ടെയ്നറിൽ എന്തെടുത്തു, നമ്മൾ ഗ്യാസ് എടുത്തു. ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഹൈഡ്രജൻ ഗ്യാസ് എടുത്തു. ഒരു കണ്ടെയ്നറിൽ ഞാനൊരു ഒരു 2 മോൾ ഹൈഡ്രജൻ ഗ്യാസാണ് ഇതിലെടുത്തത്. എടുത്തിട്ട് ഞാനതിനെ ഒരു പിസ്റ്റൺ വെച്ചിട്ട് ആ ഒരു കണ്ടെയ്നർ ക്ലോസ് ചെയ്തു. ഇനി ഞാനിവിടെ നമുക്കറിയാം ഞാൻ ഇതിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം തെർമൽ എനർജി ഇൻക്രീസ് ചെയ്യും അല്ലേ? പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും. മൂവ്മെൻറ്റ് കൂടുതൽ വരുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾസ് ആ പിസ്റ്റൻ്റെ വോളിൽ ചെന്ന് കൊളൈഡ് ചെയ്യും. വോളിൽ കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പിസ്റ്റൺ മുകളിലോട്ട് പോകും. ആ പിസ്റ്റൺ മുകളിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. പ്രഷറിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, കാരണം പിസ്റ്റൺ മൂവബിളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസിലുള്ള കൊളീഷൻ കൂടിയിട്ട് അത് പിസ്റ്റൻ്റെ വാളിൽ ചെന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ പിസ്റ്റൺ മുകളിലോട്ട് പോകും. പിസ്റ്റൺ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രഷർ അവിടെ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി. പക്ഷെ അവിടെ എന്ത് ഇൻക്രീസ് ചെയ്തു? വോളിയം ഇൻക്രീസ് ചെയ്തു. അതാണ് ചാൾസ് ലോ പറയുന്നത്. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഇൻക്രീസ് ചെയ്യും. അതേപോലെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഡിക്രീസ് ചെയ്യും. അതാണ് വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് directly proportional to its absolute temperature at constant pressure. അപ്പോൾ ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ V is directly proportional to T. V is equal to a constant into T. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? V by T is equal to a constant എന്ന് പറയും. ഇനി നമ്മൾ ഒരു വോളിയം നമ്മൾ പറഞ്ഞ ആദ്യത്തെ വോളിയം V1 ആണ്, അവിടെയുള്ള ടെമ്പറേച്ചർ T1 ആണ്. പിന്നെ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ T2 എന്ന ടെമ്പറേച്ചറിൽ എത്തിയപ്പം വോളിയം V2 ആയിട്ട് കൂടി. അതാണ് V2. അപ്പോൾ V1 by T1 is equal to V2 by T2. നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് V1 by T1 is equal V by T is a constant. നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ V1 by T1 is equal to V2 by T2. ഇനി അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഇവിടെ നമുക്കറിയാം നമ്മൾ ഇതേപോലെ വോളിയവും ടെമ്പറേച്ചറും ഗ്രാഫ് വരയ്ക്കുമ്പം കോൺസ്റ്റൻറ്റ് പ്രഷറിൽ വരയ്ക്കുന്നത് കൊണ്ട് അതിനെ ഐസോ ബാർ എന്ന് പറയും. ഐസോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, ബാർ എന്ന് പറഞ്ഞാൽ പ്രഷർ. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് ഐസോ ബാർ എന്ന് പറയുന്നത്. ആ ഒരു ഐസോ ബാറാണ് വരച്ചത്. ഇവിടെ ഒരു ചെറിയ കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്യാസിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസിനെടുത്തു. ഞാനിതേപോലെ വോളിയം ഇൻക്രീസ് ചെയ്തിട്ട് എനിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ, ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടി. ഇനി ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിനെ ഞാൻ 0യിലേക്ക് മുട്ടിച്ചു. കാരണം എനിക്ക് കിട്ടിയത് ആ 4 ഡോട്ടുകളാണെന്ന് വിചാരിച്ചു. ഞാൻ ഗ്രാഫ് വരച്ചപ്പോൾ 4 ടെമ്പറേച്ചറിലെ ഗ്രാഫാണ് ഞാൻ വരച്ചത്. അപ്പോൾ എനിക്ക് ആ ചിത്രത്തിൽ കാണുന്ന പോലെ 4 ഡോട്ടുകളുള്ള പൊസിഷനാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഗ്രാഫ് നിങ്ങൾ ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ ആദ്യം പോയിൻ്റ് മാർക്ക് ചെയ്യും.
അപ്പോൾ ഓരോ ടെമ്പറേച്ചറിലും കൂടിയ വോളിയം നമ്മൾ മെഷർ ചെയ്തു. 4 ടെമ്പറേച്ചറിൽ 4 വോളിയം ഞാൻ മെഷർ ചെയ്തിട്ട് ഞാൻ പോയിൻ്റ് ഇട്ടു. അതിന് ശേഷം അതിനെ കണക്ട് ചെയ്തൊരു വര വരച്ചു. ഇനി ആ വരയെ ഞാൻ എന്നോട്ട് നീട്ടി വരയ്ക്കുകയാണ്, 0യിലേക്ക് നീട്ടി വരയ്ക്കുകയാണ്. അപ്പോഴും അത് y ആക്സിസിൽ 0 ആവുന്നുള്ളൂ, x ആക്സിസിൽ അത് 0 അല്ല. അപ്പോൾ x ആക്സിസിൽ 0 ആവണമെങ്കിൽ വീണ്ടും ഞാൻ അതിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യും. എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ട് 0യിൽ ടച്ച് ചെയ്യുന്നൊരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചർ എത്തുന്നത് നോക്കാം, -273.15 ആണ്. ആ 0 എന്ന് പറയുന്ന ടെമ്പറേച്ചർ, അപ്പോൾ നമുക്കറിയാം അവിടെ ഈ -273.15 എന്ന ടെമ്പറേച്ചർ കിട്ടുന്ന എപ്പോഴാണ്? വോളിയം 0 ആക്കുമ്പോഴാണ്. ഇത് ഞാൻ ഏത് ഗ്യാസ് എടുത്തിട്ട്, ഇപ്പോൾ ഹൈഡ്രജൻ അല്ല, ഹീലിയം അല്ല, നിയോൺ അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, ഏത് ഗ്യാസ് എടുത്തിട്ട് ഇതേപോലെ വരച്ചു കഴിഞ്ഞാലും ഞാൻ 0 കഴിഞ്ഞിട്ട് വോളിയം 0 എന്ന് പറയുമ്പോൾ അവിടെ 0 വോളിയം അവിടെ 0 അല്ല വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എക്സ് ആക്സിസിൽ 0 വരുന്നില്ല നമ്മളെ ഗ്രാഫ് പ്രകാരം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നീട്ടി വരയ്ക്കണം. നീട്ടി വരച്ചിട്ട് വോളിയം 0 ആക്കുന്ന y ആക്സിസിൽ 0 എത്തുമ്പോഴുള്ള ടെമ്പറേച്ചർ, അങ്ങനെ നമ്മൾ പറയാം അല്ലേ. y ആക്സിസിൽ 0 എത്തുമ്പോഴുള്ള ടെമ്പറേച്ചർ നമ്മൾ ആദ്യം നമുക്കറിയാം ഒരു 30 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അല്ലേ. ഈ 30.0യുടെ മുകളിൽ കാണിക്കുന്നത് ഏതാണ്? അത് എക്സ് ആക്സിസിൻ്റെ 0 ആണ്. നേരെ തിരിച്ചാണ് കേട്ടോ, എക്സ് ആക്സിസിൻ്റെ 0 ആണ്. y ആക്സിസിൻ്റെ 0 ആവണമെന്നുണ്ടെങ്കിൽ വീണ്ടും എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യണം. എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുമ്പം y ആക്സിസിൻ്റെ 0 വരും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ y ആക്സിസ് പറഞ്ഞാൽ അവിടെ ഏതാണ്? വോളിയാണ്. വോളിയം 0 ആകുമ്പോൾ അതുള്ള ടെമ്പറേച്ചർ എത്ര കിട്ടിയത്? -273.15 എന്നും കൂടെ ഉണ്ട് കേട്ടോ, അത് അതിൽ കൊടുത്തിട്ടില്ല. -273.15 ആണ്. അതാണ് ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ. നമ്മൾ ഏത് സബ്സ്റ്റൻസിന് ഇതേപോലെ എടുത്തിട്ട് അതിനെ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്തും നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറായിട്ട് വരുന്നത് -273.15 ആണ്. അതിനെയാണ് നമ്മൾ 1 കെൽവിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിനെ 1 കെൽവിൻ അല്ല, കെൽവിൻ സ്കെയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. 273.15 കെൽവിൻ സ്കെയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ അപ്പോൾ എത്രയാണ്? -273.15 ആണ്. ആ 273.15 കിട്ടുന്ന എപ്പോഴാണ്? വോളിയം 0 ആവുന്ന കണ്ടീഷനിലാണ്. ആ ഒരു ടെമ്പറേച്ചറിനാണ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ. ആ ഒരു കാര്യം കൂടെ, അത് ചാൾസ് ലോയുടെ ഒരു കോൺട്രിബ്യൂഷനും കൂടിയാണ്. അപ്പോൾ അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ ഒരു നമ്മൾ കെൽവിൻ സ്കെയിൽ യൂസ് ചെയ്യാനുള്ളൊരു റീസണും കൂടി അതാണ്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ഒരിക്കലും 0 ഡിഗ്രി സെൽഷ്യസ് അല്ല. എത്രയാണ്? -273.15 ആണ്. അതിനോടുകൂടി ഒരു 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരിക. അതുകൊണ്ടാണ് നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 273.15 നമ്മൾ ഉപയോഗിക്കാറില്ലെങ്കിലും നമ്മളതിൻ്റെ കറക്റ്റ് പറയുമ്പം 273.15 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറാണ്. അത് എത്രയാണ്? -273.15 ആണ്. അത് നമുക്ക് എപ്പോഴാണ് കിട്ടുക? വോളിയം 0 ആവുന്നൊരു കണ്ടീഷനിലാണ് കിട്ടുക. നമ്മൾ ഈ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഐസോബാറാണ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. കാരണം വോളിയം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുന്നത്. ഐസോബാർ ഈസ് ഫൗണ്ട് ടു ബി സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് വോളിയം ഓഫ് ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. കണ്ടോ, ഇഫ് വി എക്സ്ട്രാപ്പുലേറ്റ് ദ സ്ട്രെയിറ്റ് ലൈൻ obtained, it will meet temperature axis at -273.15 degree Celsius. Thus, at this temperature, gas would occupy zero or no volume.
ഈ ഒരു ടെമ്പറേച്ചറിൽ ഗ്യാസിൻ്റെ വോളിയം എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലെങ്കിൽ നോ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ ഗ്യാസിൻ്റെ വോളിയം എത്രയെന്നൊക്കെ മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാറുണ്ട്. അതെത്രയാണ്? 0 ആണ്. ബട്ട് ആക്ച്വലി ഓൾ ഗ്യാസസ് ബിക്കം ലിക്വിഡ് ബിഫോർ ദ ടെമ്പറേച്ചർ ഈസ് റീച്ച്ഡ്. പക്ഷെ നമുക്കറിയാം പിന്നെ ഇവിടെ ഈ ഗ്യാസ് എത്തുമ്പോഴേക്കും, ഈ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോഴേക്കും അതിൻ്റെ സ്റ്റേറ്റൊക്കെ മാറിയിട്ടുണ്ടാവും. ഇതൊരിക്കലൊരു തിയറിറ്റിക്കലി നമുക്ക് അത്ര പറയാൻ പറ്റില്ല, എല്ലാ ഗ്യാസിലും ഒരുപോലെ പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഗ്രാഫ് നീട്ടി വരച്ചപ്പോൾ കിട്ടിയ ഒരു ഐഡിയൽ കോൺസെപ്റ്റാണ് ഈ ഒരു -273.15 എന്ന് പറയുന്നത്. കാരണം അതിന് മുന്നേ തന്നെ ആ ഒരു ടെമ്പറേച്ചർ താവുമ്പോൾ നമുക്കറിയാം അത് സ്റ്റേറ്റ് മാറും, പിന്നെ ഗ്യാസായിട്ടുള്ളത് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. The lowest hypothetical or theoretical temperature of -273.15 degree at which all gases are supposed to occupy zero volume is called absolute zero temperature. This scale of temperature is based on this known as absolute scale of temperature or Kelvin scale of temperature. Kelvin scale of temperature is also known as thermodynamic scale of temperature. അതിന് മറ്റൊരു പേരാണ് തെർമോഡൈനാമിക് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. അതിന് ദസ് -273.15 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 0 കെൽവിൻ. ഞാൻ പറഞ്ഞു അല്ലേ, 0 ആണെന്ന് പറഞ്ഞു. ദിസ് ദ റിലേഷൻ ബിറ്റ്വീൻ കെൽവിൻ സ്കെയിൽ ആൻഡ് സെൽഷ്യസ് സ്കെയിൽ ഈസ് ഗിവൺ ആസ് T ഈസ് ഈക്വൽ ടു T+273. ഇനി മൂന്നാമത്തെ ലോയിലേക്ക് വരാം, ദറ്റ് ഈസ് അവോഗാഡ്രോ ലോ അല്ലേ. അവോഗാഡ്രോ ലോ ഉണ്ട്. ദ ലോ സ്റ്റേറ്റ് ദാറ്റ് equal volume of all gases under same condition of temperature and pressure contain equal number of molecules. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതാണ്, അപ്പോൾ അതിവിടെയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അവോഗാഡ്രോ ലോ പറയുന്നത് നമ്മൾ പറഞ്ഞു അതല്ലേ, ഒരേ വോളിയത്തിൽ ഏത് ഗ്യാസ് എടുക്കുകയാണെങ്കിലും അതിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം തുല്യമാണ്. അപ്പോൾ വോളിയവും എങ്ങനെയാണെങ്കിൽ മാത്രം അവിടെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വോളിയം നമ്പർ ഓഫ് പാർട്ടിക്കിളുമായിട്ട് റിലേറ്റഡ് ആണ്. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n, v is equal to a constant in n. എൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, കാരണം വോളിയത്തിനനുസരിച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. 1 mole of each gas at standard temperature and pressure will have same volume. അപ്പോൾ നമുക്കൊരു മോൾ എടുത്തിട്ട് അതൊരു ഏത് ഗ്യാസ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ STPയിലോ അല്ലെങ്കിൽ NTPയിലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മോളാർ വോളിയം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ മീൻസ് 273.15 ആണ്. STPയിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ടെമ്പറേച്ചർ ആൻഡ് 1 ബാർ പ്രഷർ. STP NTP എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി. അവിടെയുള്ള ടെമ്പറേച്ചർ 273.15, പ്രഷർ 1 ബാറുമാണ്. STPയിലുള്ളതാണ് കേട്ടോ. ഇനി NTP ആണെങ്കിൽ ടെമ്പറേച്ചർ 273.15 തന്നെയാണ്, പ്രഷർ 1 atm ആണ് NTP. 1 ബാറാണെങ്കിൽ STP. അടുത്തത് ഗെലുസാക്ക് ലോ ആണ്. അപ്പോൾ അത് ഗെലുസാക്ക് ലോ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ പറയാണ്. ഒരു കണ്ടെയ്നർ എടുത്തു, അതിലൊരു ഹൈഡ്രജൻ ഗ്യാസ് എടുത്തു, അതിനെ നമ്മൾ എന്തായിട്ട് ഒരു പിസ്റ്റൺ വെച്ച് അടച്ചു. ഇനി ഞാൻ ഈ പിസ്റ്റണെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല, പിസ്റ്റൺ ഞാനൊരു പൊസിഷനിൽ ഫിക്സ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും? വോളിയം കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. നമുക്കറിയാം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മോഷൻ കൂടും, പക്ഷേ പാർട്ടിക്കിൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യാൻ തുടങ്ങും, കൊളീഷൻ കൂടും. അപ്പോൾ അവിടെ വോളിൽ ചെന്ന് കൂടുതൽ പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്യും, പക്ഷേ പിസ്റ്റണ് മൂവ് ചെയ്യാൻ പറ്റില്ല. പാർട്ടിക്കിൾസ് നിന്ന് കൂടും, കൊളീഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതാണ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രഷർ ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മതി. അതിൽ അങ്ങനെ വേരീസ് അങ്ങനെയും പറയാം, ഡയറക്ട്ലി വിത്ത് ടെമ്പറേച്ചർ എന്നും പറയാം, അല്ലെങ്കിൽ എങ്ങനെ പറയാം,
At constant volume, the pressure of a fixed amount of gas varies directly with temperature. അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, at constant volume, pressure of a fixed amount of gas is directly proportional to temperature എന്നും പറയും. ഗെലുസാക്ക് എന്ന് പറയും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗെലുസാക്ക് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം വേറെയാണ്, ഗെലുസാക്ക് ലോ വേറെയാണ്. അപ്പം പേര് എഴുതുമ്പോഴേ ഒരു ലോ കണ്ടിട്ട് അതിന് പേര് എഴുതാൻ പറയുമ്പോൾ കൃത്യമായിട്ട് നോക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ വോളിയമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ മാത്രമേ ഗെലുസാക്ക് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം എന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ ലോ ആണെങ്കിൽ അത് ഗെലുസാക്ക് ലോ മാത്രമാണ്. പേര് അങ്ങനെ തന്നെയാണ്. But constant volume, pressure of a fixed amount of gas varies directly with the temperature. അപ്പോൾ P is directly proportional to T. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, P/T is equal to a constant. ഇനി രണ്ട് പ്രഷറിലും ടെമ്പറേച്ചറിലും വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം എന്ന് പറഞ്ഞാൽ, ലെറ്റ് P1 is the pressure at T1 temperature and P2 is the pressure at T2 temperature ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, P1/T1 is equal to P2/T2. ഇനി ഇതിൻ്റെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. നേരത്തേതുപോലെ തന്നെ ഗ്രാഫ് വരയ്ക്കുകയാണ്. പ്രഷറും അതുപോലെ തന്നെ ടെമ്പറേച്ചറും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇത് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ വരയ്ക്കുന്നത് കൊണ്ട് അതിന് ഐസോകോർ എന്നാണ് പറയുക. പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ആ ഒരു ഗ്രാഫ് നമുക്കറിയാം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ മൂന്ന് ലോയെയും കൂടെ നമ്മൾ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ മൂന്ന് ലോ പറയുമ്പോൾ നമുക്കറിയാം, അത് ആദ്യത്തെ ലോ പറയുമ്പോൾ അതിൽ ഒന്ന് കോൺസ്റ്റൻ്റ് ആണ്. ഇതെല്ലാം പറയുമ്പോൾ ചില ക്വാണ്ടിറ്റി നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കും. അപ്പം ബോയിൽസ് ലോ പറയുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ചാൾസ് ലോ പറയുമ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അവോഗാഡ്രോ ലോയിൽ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഗെലുസാക്ക് ലോയിൽ വോളിയം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഇനി ഇങ്ങനെ ഒന്നും അല്ലാതെ വരാം. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനെ നമ്മൾ ക്ലബ് ചെയ്തിട്ട് എഴുതുന്നതാണ്. ആ ഒരു ഇക്വേഷൻ നമ്മൾ പറയുന്ന പേര് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. A gas that follows Boyle's law, Charles' law and Avogadro law strictly is called ideal gas equation. ഇവിടെ നമ്മൾ ഗെലുസാക്ക് ലോ പറയാത്തത്, ഇത് മൂന്നും പറയുമ്പം അതിൽ എന്തും കൂടെ വരും, ഗെലുസാക്ക് ലോ വരും. അതുകൊണ്ടാണ് ഈ മൂന്ന് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോ ലോ, ഈ മൂന്നിനെയും ഒബേ ചെയ്യുന്ന ഗ്യാസിനെയാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ പറയുന്ന 4 ഗ്യാസ് ലോസ് ഒബേ ചെയ്യുന്ന ഗ്യാസിനെയാണ് ഐഡിയൽ ഗ്യാസ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്നുള്ളത് നോക്കാം. ബോയിൽസ് ലോ നമുക്കറിയാം, V is directly proportional, V is inversely proportional to pressure ആണ്. അപ്പോൾ V is directly proportional to 1/P എന്ന് എഴുതാം. ചാൾസ് ലോ V directly proportional to temperature ആണ്. അവോഗാഡ്രോ V directly proportional to N ആണ്. V directly proportional to, അപ്പോൾ നമുക്ക് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ NT/P എന്ന് എഴുതും. അങ്ങനെ അവസാനം നമുക്ക് എന്താക്കി എഴുതാം, PV is equal to nRT ഫോമിലേക്ക് എഴുതാം. ഇത് ഡിറൈവ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ N1 ആണെങ്കിൽ 1 mole ഓഫ് ഗ്യാസ് ആണെങ്കിൽ PV is equal to RT. അപ്പോൾ PV is equal to nRT ആണ് നമ്മളുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. N നമ്പർ ഓഫ് മോള്, R എന്ന് പറയുന്നത് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ പറയുന്ന ഈ മൂന്ന് ലോയുടെയും മൂന്ന് കോൺസ്റ്റൻറ്റുകളെ ക്ലബ് ചെയ്തിട്ട് വരുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് R, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് R. PV is equal to, പിന്നെ നമ്മൾ പറഞ്ഞു P പ്രഷർ, V വോളിയം, T ടെമ്പറേച്ചർ അല്ലേ. ഈ ആറിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് പല സിറ്റുവേഷനിൽ പലതായിരിക്കും. ഈ 4 യൂണിറ്റ് നമുക്ക് വരാറുണ്ട്. ഈ ആറിൻ്റെ വാല്യൂസ് നമ്മൾ കാണാതെ പഠിച്ചാൽ മതിയാവും. R is equal to 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ. അതുപോലെ R is equal to 8.314 × 10⁻⁷ എർഗ് പെർ മോൾ. R is equal to 1.987 calories per Kelvin per mole. R is equal to 8.314 joule per Kelvin per mole.
ഇതിലൊരു യൂണിറ്റും കൂടെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ R is equal to നമ്മൾ ലിറ്റർ അറ്റ്മോസ്ഫിയർ അല്ലാതെ ലിറ്റർ ബാറിലൊരു യൂണിറ്റ് ഉണ്ട്. അത് R is equal to 0.083 ആണ് കേട്ടോ. 82 അല്ല, 83 അല്ലെങ്കിൽ 8.3 × 10⁻², അങ്ങനെയും പറയും. ലിറ്റർ ബാർ പെർ കെൽവിൻ പെർ മോൾ. അപ്പോൾ നമ്മൾ കൂടുതലും നമുക്ക് ചാപ്റ്റർ കൂടുതലും ചോദിക്കുക ഈ ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോളും അതേപോലെ ലിറ്റർ ബാർ പെർ കെൽവിൻ പെർ മോളും എന്നുള്ളൊരു യൂണിറ്റ് ഉണ്ട്. അതേതാണ് 8.3 × 10⁻², അങ്ങനെ പറയാം. അല്ലെങ്കിൽ 0.0, ഇവിടെ ലിറ്റർ അറ്റ്മോസ്ഫിയറും ബാറും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. 0.082 എന്നുള്ളിടത്ത് 0.083 ആണ്. 83 × ലിറ്റർ ബാർ പെർ കെൽവിൻ പെർ മോൾ. എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല, അത് കാണാതെ പഠിക്കണം. പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് 4ാമത്തെ യൂണിറ്റാണ്. നമുക്ക് തെർമോഡൈനാമിക്സിലാണ് ആവശ്യം, ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആറിൻ്റെ വാല്യൂസ് വരുന്നത്. ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് പല രീതിയിൽ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ ഡെൻസിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെറിവേഷനാണ് പറയുന്നത്. ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT. അതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് N/V is equal to P/RT എന്ന് എഴുതാം. N എന്താണ് നമുക്കറിയാം, ഗിവൺ മാസ് ബൈ മോളാർ മാസ്സാണ്. ഗിവൺ മാസ് സ്മോൾ ലെറ്റർ M എന്നും മോളാർ മാസിനെ ക്യാപിറ്റൽ ലെറ്റർ M എന്നും എഴുതാം. അപ്പോൾ നമുക്കൊന്ന് മാറ്റി എഴുതാം. M ഡിവൈഡഡ് ബൈ M, ക്യാപിറ്റൽ M × V, ക്യാപിറ്റൽ V is equal to P/RT. ഇനി നമുക്കറിയാം മാസ് ബൈ വോളിയം എന്താണ്, ഗിവൺ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്. അപ്പോൾ D/M എന്ന് എഴുതാം. M is equal to P/RT എന്ന് എഴുതാം. M is equal to dRT/P. ഇത് നമുക്ക് പ്രോബ്ലം വരുമ്പം പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നൊരു ഇക്വേഷനാണ്. അപ്പോൾ ഡെൻസിറ്റിയുടെ ടേമിലാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതുന്നതെങ്കിൽ ഈ രൂപത്തിലാണ് എഴുതുക, M is equal to dRT/P. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഐഡിയൽ ഗ്യാസുമായി റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്.